അമേരിക്കയും സഖ്യകക്ഷികളുമായി ദീർഘകാല യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഒരു തരത്തിലും കുറയ്ക്കില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ നയതന്ത്ര ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് കമാൽ ഖരാസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10ാം ദിനത്തിൽ തങ്ങളുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം തുടരുമെന്ന സൂചനയും നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സാമ്പത്തികമായ നിരവധി ആഘാതങ്ങളിലൂടെ മാത്രമേ ഈ പോരാട്ടം അവസാനിക്കൂ എന്നും ടെഹ്റാനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഖരാസി വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് പല വാഗ്ദാനങ്ങളും ലംഘിച്ചു. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളടക്കമുള്ളവർ ട്രംപിനെ പിന്തിരിപ്പിക്കണം. തങ്ങളെ അനാവശ്യമായി ആക്രമിക്കുന്നു, മറ്റു രാജ്യങ്ങൾ വരെ ഇടപെടുന്നത് വരെ പിന്നോട്ടില്ല എന്നും ഇറാൻ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും ഈ ആക്രമണങ്ങളൊക്കെ ഇടയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർധനവ് വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഡോളറിന്റെ വില വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലമുണ്ട്. സുയസ് പ്രതിസന്ധിയേക്കാൾ ഇരട്ടി ആഘാതം നിലവിലെ സാഹചര്യം സൃഷ്ടിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഇറാൻ ഒട്ടും പിന്നോട്ടില്ല എന്ന വിവരങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇറാന് കടുപ്പിക്കുകയാണ്. ഇത്ര വലിയ ആക്രമണം അവരുടെ മേഖലകളിലേക്ക് ഉണ്ടായിട്ട് പോലുമാണ് ഇറാൻ ഇത്തരത്തിൽ കടുപ്പിച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? എത്ര നാൾ വേണമെങ്കിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആത്മവിശ്വാസം ഇറാൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ ഇറാനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും മേഖലയിൽ ആക്രമണം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഖൂമൈൻ എന്നുള്ള ഇറാനിയൻ പട്ടണത്തിൽ ഒരു സ്കൂളിനും അതുപോലെ തന്നെ മറ്റൊരു റെസിഡൻഷ്യൽ കെട്ടിടത്തിനും ആക്രമണം കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ മറ്റ് മരണങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ആക്രമണം ഇറാന്റെ പല പ്രദേശങ്ങളിലുമുണ്ട്. ഇന്നലെ ഇസ്രായേലി ആർമി വ്യക്തമാക്കിയത് IRGCയുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഒരു പോലീസ് ആസ്ഥാനവും ഒരു സൈനിക പരിശീലന കേന്ദ്രം ഉൾപ്പെടെ തകർത്തു എന്നാണ് ഇസ്രായേലി ആർമി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുപോലെ എണ്ണപ്പാടങ്ങളും അതുപോലെ എണ്ണ വിതരണ കേന്ദ്രങ്ങളും എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ഉൾപ്പെടെ ടെഹ്റാനിൽ നശിച്ചു. അപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധികൾ പല മേഖലകളിൽ അവർ നേരിടുന്നുണ്ട്. അവരുടെ ജനജീവിതത്തിലാണെങ്കിലും അതുപോലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധിയാണെങ്കിലും ആയുധങ്ങളുടെ കുറവാണെങ്കിലും ഇന്ധനക്ഷാമം, അത്തരത്തിൽ പല പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഈ യുദ്ധം തങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ഇറാനിയൻ നേതാക്കൾ പല ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഇപ്പോൾ പ്രസിഡന്റ് ഇടയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവസാനിപ്പിക്കുന്നു എന്നല്ല, ഈ അയൽ രാജ്യങ്ങളെ മറ്റൊരു പ്രകോപനമില്ലാതെ ഇനി ആക്രമിക്കില്ല എന്നൊരു പ്രസ്താവന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇതിന് കടുത്ത എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഇത്തരമൊരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഒരു നേതാക്കളും ഈ യുദ്ധത്തിൻ്റെ ഒരു തോത് അവസാനിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല. ഇതൊരു പക്ഷേ അവിടെയുള്ള യാഥാസ്ഥിതിക സമൂഹത്തെ തൃപ്തിപ്പെടുത്താനായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന നൽകാൻ കൂടിയാകാം. അല്ലെങ്കിൽ ഇറാൻ്റെ കൈവശം ഇനിയും ആയുധങ്ങളുണ്ട്, അവർ അവകാശപ്പെടുന്നത് പോലെ ഇനിയും ആയുധങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്ക് യാതൊരു അയവുമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പല രാജ്യങ്ങളിലേക്കും ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ 2 ഡ്രോണുകൾ കൂടി നശിപ്പിച്ചു എന്നുള്ള വിവരമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ രാവിലെ 2 മിസൈലും അതുപോലെ തന്നെ ഒരു ഡ്രോണും നശിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് ഇസ്രായേലിലേക്ക് കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. ഈ ഇറാനും അതുപോലെ തന്നെ ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രായേലിലേക്ക് നിലവിൽ 30 മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ടാണ് ഇസ്രായേലി ആർമി വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളും അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഖത്തർ അമീറിനെ നേരിട്ട് വിളിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് നിലവിൽ ഒരു അയവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതിനിടയിലാണ് അജയ്, അമേരിക്ക ഇസ്രായേൽ ഈ സംഘർഷങ്ങൾക്കിടയിൽ യുദ്ധം ഏകദേശം അവസാനിച്ചു എന്നാണ്
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അത് ഇറാനെ കളിയാക്കിക്കൊണ്ടാണ്, പരിഹാസത്തോടു കൂടിയാണ് ട്രംപിൻ്റെ ഈ പറച്ചിൽ. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും, പക്ഷേ US ഇപ്പോൾ ഈ ഇത്രയും ദിവസം 10-15 ദിവസം ആയപ്പോഴേക്കും വളരെയധികം മുന്നിലാണെന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിച്ചെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെടുന്നത്. അതായത് ഇറാന്റെ നാവികസേന ഇല്ല, അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചു. ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തു. വ്യോമസേനയും ഇല്ല എന്ന് ട്രംപ് പരിഹാസ രൂപേണ പറയുകയാണ്. മിസൈലുകൾ ചിതറിപ്പോയി, നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലാകും. നിർമ്മാണത്തിലുൾപ്പെടെ അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി അവർക്ക് ഇനി ശേഷിയില്ല. ഒപ്പം ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് പറയുന്നത് കപ്പലുകൾ കടന്നു പോകുന്നുണ്ടല്ലോ, അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചൊന്നും ഒക്കെ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ മറ്റ് ഇറാൻ്റെ കപ്പലുകളും മറ്റും പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ട്രംപും ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിലാണ്. അത് ഈ പറഞ്ഞതുപോലെ അതിനുശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ട്രംപ് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ഒരാൾ കൂടിയാണ് ട്രംപ്. പക്ഷേ ഈ യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്തായിരിക്കും? ഇപ്പോൾ ഈ US-നകത്ത് നിന്ന് തന്നെ അവരുടെ പല പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു വ്യക്തതയില്ലെന്ന് കാണാൻ സാധിക്കും. കാര്യം US-ൻ്റെ തന്നെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് അദ്ദേഹം പ്രതികരിച്ചത് ഈ യുദ്ധം അത് നിലവിലൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഇത് വെറും ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാൽ ട്രംപിനോട് ഇന്നലെ മാധ്യമങ്ങൾ ഇതേ കാര്യം എടുത്തു ചോദിച്ചിരുന്നു. അപ്പോൾ ട്രംപ് ഇതിനെ ഒന്ന് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലാക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. അതായത് നിലവിൽ ഇതൊരു തുടക്കമാണ് എന്നുള്ളത് ശരിയാണ്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് തങ്ങളുടെ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്നാണ് ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായത്. ആദ്യം തന്നെ ട്രംപ് സൂചിപ്പിച്ചൊരു കാര്യം, ഇത് 4 ആഴ്ച യുദ്ധം നീളുമെന്ന്. പിന്നീട് ഇപ്പോൾ പറയുന്നു യുദ്ധം അവസാനിക്കാറായി, US-ഉം ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിനോട് തുടർ ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ പുതിയ നേതൃത്വത്തിനെ സംബന്ധിച്ച്, അതുപോലെ മുജ്തബ ഖമനയുടെ ഒരു അധികാര ലബ്ധി, അതിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനെപ്പറ്റി ട്രംപ് പറഞ്ഞത് മുജ്തബ ഖമനൈ അധികാരത്തിൽ വന്നതുകൊണ്ട് ഇറാനിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റങ്ങളും ഉണ്ടാകില്ല, അവിടെ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവരും മാറണം, പുതിയൊരു നേതൃത്വം അവിടെ അധികാരത്തിൽ വരണം, ആ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിൽ US-ൻ്റെയും ഒരു സാന്നിധ്യം ഉണ്ടാകണം, തൻ്റെ കൂടി അനുവാദത്തോടെ മാത്രമേ അത് നടക്കാവൂ എന്നെല്ലാമാണ് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതേസമയം ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവിനാണ് ട്രംപ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാര്യം വെനസ്വേലയിൽ ഉൾപ്പെടെ ഇതൊരു വിജയിച്ച നീക്കമായിരുന്നു. വെനസ്വേല രാഷ്ട്രീയത്തിൽ തന്നെയുള്ള മറ്റൊരു പ്രമുഖ മുഖത്തെ അധികാരത്തിലേക്ക് കയറ്റി ഡെൽസി റോഡ്രിഗസിനെ പ്രസിഡന്റാക്കി. അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ അകത്തും മറ്റൊരു നേതാവിനെ കണ്ടെത്തി അധികാരത്തിൽ പ്രതിഷ്ഠിക്കാനാണ് തനിക്കിഷ്ടം എന്നതാണ് ട്രംപ് മുന്നോട്ട് പറഞ്ഞത്. അതേസമയം IRGC യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതത്തെ വീണ്ടും നിയന്ത്രിക്കും എന്നുള്ളൊരു തരത്തിലുള്ള പ്രസ്താവനകൾ വന്നപ്പോൾ ട്രംപ് നിലവിൽ കുറച്ചുകൂടി സ്വരം കടുപ്പിച്ച് ട്രൂത്ത് സോഷ്യലിൽ വളരെ വലിയൊരു പ്രകോപനവുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ 20 ഇരട്ടി ആഘാതത്തിൽ ഇറാനെ ആക്രമിക്കും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഈ ഇന്ധന ഗതാഗതം നിയന്ത്രിക്കുകയാണെങ്കിൽ വളരെ വലിയ തിരിച്ചടി ഇറാന് നൽകും. അതുപോലെ ഇത് US-ൻ്റെ മാത്രം ആക്രമണമായിരിക്കില്ല, US മുതൽ ചൈന വരെയുള്ള വിവിധ രാജ്യങ്ങളുടെ സമ്മാനമായിരിക്കും ഇത്. ഈ ഇറാന് മേൽ രക്തവും അതുപോലെ തന്നെ ക്രോധവും എല്ലാം അവർക്ക് മേൽ തീർക്കും, അതുപോലെ തന്നെ അവർക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത വിധം എല്ലാം നശിപ്പിക്കും എന്നുള്ള തരത്തിലാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വളരെ വലിയൊരു ഭീഷണി എഴുതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കടുത്ത ഇന്ധന പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 100-ന് മുകളിലൊക്കെ ഉയർന്നതാണ്, ഇപ്പോൾ 90-ലേക്കൊക്കെ അത് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇന്ധനക്ഷാമം അത് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഭരണകൂടം സ്കൂളുകൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ 2 ആഴ്ചത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 4 ദിവസമായി മാത്രം കുറച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണം അത് 50% താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നടപടികളൊക്കെ പാകിസ്ഥാന് സ്വീകരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ പെട്രോൾ വില ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് വർദ്ധിച്ചത് 55 പാകിസ്ഥാനി രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 18 രൂപയാണത്. ഒറ്റയടിക്ക് ഇത്രയും രൂപ പാകിസ്ഥാനിൽ വർദ്ധിക്കുകയുണ്ടായി. അതുപോലെ US-ലും കടുത്ത വിമർശനങ്ങളുണ്ട് ട്രംപിന് നേരെ. അതായത് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത് അമേരിക്കയുടെയും ഇന്ധന ക്ഷാമത്തിന് കാരണം
കാരണമാകും എന്നുള്ള തരത്തിൽ തീർച്ചയായും അങ്ങനെ രണ്ട് രാഷ്ട്രങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഈ ഇറാന്റെ നേതൃതലത്തിൽ ഭിന്നത എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് അമേരിക്കയും ഇസ്രായേലിലും ഒക്കെ ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ നേതൃത്വത്തിൽ വിള്ളൽ എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. പോരാട്ടത്തിൽ ഒറ്റക്കെട്ടാണെന്ന് അവകാശപ്പെടുമ്പോഴും ടെഹ്റാനിൽ ഭിന്നതയുടെ ചില സൂചനകൾ പ്രകടമാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഉണ്ടായ 3 സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളായി മുന്നോട്ട് വെക്കുന്നത്. അതായത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളെയാണ് ഇറാൻ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തത് അതിനുശേഷം. പക്ഷേ ഈ ആക്രമണത്തെ ഇറാന്റെ പ്രസിഡന്റ് തന്നെ ഒരു സമയത്ത് പശ്ചാത്തപിക്കുന്നു, ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നുള്ള ചില സൂചനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുന്നത്. എന്നാൽ ഈ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന റവല്യൂഷണറി ഗാർഡ്സിലെ അവരുടെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടാകും. തുടർന്ന് പെസഷ്കിയാൻ ഈ പ്രസ്താവന തിരുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ശത്രുക്കൾ തൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് മസൂദ് പെസഷ്കിയാൻ നിലപാട് സ്വീകരിക്കുകയും മറ്റും ചെയ്തത്. ഇത് നേതൃതലത്തിലെ ഭിന്നതയുടെ ആദ്യ സംഭവമായി വിലയിരുത്തപ്പെടുന്നു. മറ്റൊന്ന്, പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിയെ പുതിയ നേതാവായി തെരഞ്ഞെടുത്തതും ഇറാനിൽ വ്യാപകമായ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് പൂർണ്ണമായും ഈ റവല്യൂഷണറി ഗാർഡിൻ്റെ തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു മത പണ്ഡിതനല്ല, പ്രാസംഗികനല്ല, അങ്ങനെ ഒരുപാട് ന്യൂനതകളുള്ള മൊജ്തബയെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഇറാനിൽ പൂർണ്ണമായൊരു പിന്തുണ ലഭിച്ചിട്ടില്ല. ഒപ്പം പിതാവിൽ നിന്ന് മകനിലേക്ക് അധികാരം കൈമാറുന്നതും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് യാഥാസ്ഥികരെ എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഒന്നായി പ്രധാനമായും പറഞ്ഞു വെക്കുന്ന ഒന്ന്, ഈ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മൊജ്തബ അവരുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമായി മാറും എന്നുള്ള സൂചനകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ ദിശയെ ചൊല്ലിയും നേതൃത്വത്തെ ചൊല്ലിയുമൊക്കെ ഇറാൻ ഭരണകൂടത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണണം. അത് നേരത്തെ മുതൽ തന്നെ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള പ്രശ്നങ്ങളാണ്. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴും ഈ പ്രശ്നങ്ങൾ അതേപടി തുടരുന്നുണ്ട്. അവിടെയാണ് അമേരിക്ക അടക്കം മൊജ്തബയൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരു നേതാവിനെ പ്രതിഷ്ഠിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിക്ക് യുദ്ധത്തിൽ പരിക്കേറ്റു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ചില ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ. ഇറാൻ്റെ ദേശീയ ടെലിവിഷൻ തന്നെ അത്തരത്തിൽ ചില സൂചനകൾ നൽകിയ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിൽ മൊജ്തബയ്ക്കും യുദ്ധത്തിൽ പരിക്കേറ്റു എന്നുള്ള പരാമർശമുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അജയ് സുധാ ബിജു? കാരണം ഇതിന് മുൻപുള്ള ഏതെങ്കിലും യുദ്ധത്തിലാണോ അതോ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് നമുക്കറിയാം, യുദ്ധം ആരംഭിച്ചതിന് ശേഷം മൊജ്തബയെ പൊതുവേദികളിലൊന്നും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരമൊരു റൂമറുകളെല്ലാം ഉണ്ട്. ഈ ഒരു മരണം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മരണത്തിൻ്റെ ഒരു വാർത്ത തന്നെ ഇതിലൊരു നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇനി ബാക്കിയുള്ളത് അദ്ദേഹം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാര്യം ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ മുജ്തബ ഖമനയുടെ ഭാര്യ, അതുപോലെ തന്നെ മക്കൾ ഉൾപ്പെടെ മിക്ക ആളുകളും കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുജ്തബ ഖമനേയി മാത്രമാണ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇനി അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഉള്ള വിഷയങ്ങളുണ്ടോ, ഇതെല്ലാം ഒരു അഭ്യൂഹങ്ങളായി തുടരുകയാണ്. കാര്യം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാനിലുള്ള പല നേതാക്കളും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. അത് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനി ആണെങ്കിലും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ആണെങ്കിലും അതുപോലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എല്ലാവരും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയി അദ്ദേഹം യാതൊരുവിധ പ്രസ്താവനകളും നടത്തിയില്ല. പ്രത്യേകിച്ച് സൈന്യത്തിലും അതുപോലെ തന്നെ അവിടെ പല ഗവൺമെൻറ് ബോഡിയിലും ഇത്രയധികം സ്വാധീനമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതുവരെ എന്തുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടില്ല എന്നൊരു ചോദ്യം അത് എല്ലാവരുടെയും മനസ്സിൽ തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യമാണ്. ഇത് പല നേതാക്കളും പിന്നീട് സൂചിപ്പിച്ചത് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഉചിതമായ സമയത്ത് പ്രതികരിക്കും, ഉചിതമായ സമയത്ത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കും എന്നുള്ളതാണ്. മറ്റൊരു ആരോപണം, മറ്റൊരു
ഇതിനൊരു സൈഡുള്ളത് ഈ മുജ്തബ ഖമനേയ്ക്ക് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണ ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേദികളിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ടെലിവിഷനിലൂടെ നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ രഹസ്യചാരന്മാർ ഇത് ചോർത്തി വിവരം അമേരിക്കയ്ക്കും ഇസ്രായേലിന് നൽകും. അത് മുജ്തബ ഖമനയുടെ ജീവന് ഭീഷണിയാകും എന്നുള്ള തരത്തിൽ ഇതിന് മറ്റൊരു വശവും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒളിവിലാണ് എന്നാണ് വേറൊരു വശം ഇതിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങൾ ഈ മുസ്തബയുടെ ഈ സ്ക്രീനിൽ വരാത്ത ഒരു കാര്യവുമായി രംഗത്തുണ്ട്. ഇതിന് മുൻപേ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ സജീവമായി ഇടപെട്ടിരുന്നു. ഈ യുദ്ധം കഴിഞ്ഞ വർഷമുണ്ടായിട്ടുള്ള ഒരു സംഘർഷത്തിൽ ഉൾപ്പെടെ IRGCയുടെ ഒരു മൊത്തം പ്രവർത്തനത്തെ നിയന്ത്രിച്ചിരുന്നത് മുസ്തബ ഖമനയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമനയി അദ്ദേഹം തൻ്റെ പിതാവിന് ഈ പ്രായമായത് കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവൃത്തികളും നിയന്ത്രിച്ചിരുന്നത് മുസ്തബ ഖമനയാണ്. അപ്പോൾ ഇത്തരം ഒരാൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇനാക്റ്റീവ് ആയത് എന്നൊരു ചോദ്യം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുള്ളൊരു കാര്യമാണ്. ജനങ്ങൾ ഒട്ടാകെ മുസ്തബയ്ക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങി, എന്നാലും മുസ്തബയെ കാണാനില്ല. അതാണ് ഇത്തരമൊരു റൂമേഴ്സിന് കാരണം. തീർച്ചയായും. ഒപ്പം മുസ്തബ ഖമേനിക്ക് അചഞ്ചലമായ പിന്തുണ ഇപ്പോൾ റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വ്ളാദിമിർ പുടിൻ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. മുസ്തഫ ഖമേനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശമയച്ചു പുടിൻ എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ടെഹ്റാനോടുള്ള ഞങ്ങളുടെ അചഞ്ചലമായ പിന്തുണയും ഇറാനിയൻ സുഹൃത്തുക്കളോടുള്ള ഐക്യദാർഢ്യവും ഞാൻ വീണ്ടും ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സന്ദേശത്തിൽ പുടിൻ ഇത് പറയുകയാണ്. അതേസമയം ഇറാനിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരുന്ന ഒരാളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അപ്പോൾ റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റുമായി ഈ വിഷയത്തിൽ സംസാരിച്ചു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണോ ട്രംപ് ഇപ്പോൾ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളും സംഭവിക്കുന്നത്. ഏതായാലും പുടിനും ട്രംപും തമ്മിൽ ഈ വിഷയത്തിൽ ചില ചർച്ചകൾ ഉണ്ടായി എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്കായി ഓരോ ദിവസവും അമേരിക്ക ചിലവഴിക്കുന്നത് $891 മില്യൺ. ആ കണക്ക് നമ്മൾക്ക് ഇന്ത്യൻ രൂപയിലേക്ക് വന്നാൽ ഞെട്ടരുത്, 8200 കോടി രൂപയാണ്. അതായത് ഒരു ദിവസത്തെ ചിലവാണ് കേട്ടോ. 8200 കോടി രൂപയാണ് അമേരിക്ക ചിലവഴിക്കുന്നത്. ആദ്യത്തെ ആഴ്ചയിലെ മാത്രം കണക്ക് ഇതിനോടകം $6 ബില്യൺ 55,000 കോടി രൂപ. 7 ദിവസത്തെ കണക്കാണ്. 55,000 കോടി രൂപ. ഇത് $10 ബില്യൺ വർദ്ധിക്കാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അന്തിമ കണക്കുകളും മറ്റും വരുമ്പോൾ യുദ്ധത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ്. പെൻറ്റഗൺ US കോൺഗ്രസിനെ അറിയിച്ചതനുസരിച്ച് യുദ്ധത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയ്ക്ക് ഏകദേശം $6 ബില്യൺ ചെലവായിരിക്കുന്നു. ന്യൂയോർക്ക് ടൈംസ് തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത കണക്കാണിത്. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ വിശകലനം അനുസരിച്ച് ഓരോ ദിവസവും നേരത്തെ പറഞ്ഞ പോലെയുള്ള ചിലവുകൾ സംഭവിക്കുന്നുണ്ട്. ഈ ആസ്തികളെക്കുറിച്ചൊക്കെ പെൻറ്റഗൺ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക്. ഇറാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളുടെ തുടക്കത്തിൽ ജോർജ് W. ബുഷ് ഭരണകൂടം ചെയ്തതുപോലെ ട്രംപിന്റെ ഭരണകൂടത്തിലും US കോൺഗ്രസിൽ നിന്ന് അനുബന്ധ ഫണ്ട് ആവശ്യമായി വന്നേക്കാം എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അമേരിക്കയിലുടനീളം ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകളുണ്ട്. ഈ ട്രംപ് ഇത്രയധികം പണം ചിലവഴിക്കുന്നതിലും മറ്റും അത് എങ്ങനെ ട്രംപ് മറികടക്കും എന്ന കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ആഴ്ചകളോളം യുദ്ധം വേണ്ട എന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിലും ഇത്തരം ചില ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രധാനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സഖ്യകക്ഷികൾക്കടക്കം ഇപ്പോൾ ഇസ്രായേലിനും മറ്റും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് സഹായം വേണ്ടിവരും. ഇതും വലിയ ചിലവിനിടയാക്കും എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്.